PV അൻവർ ഉന്നയിച്ച് ഈ ആരോപണങ്ങൾ ആയുധമാക്കി മാറ്റാൻ പോവുകയാണ് പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിക്കും. RSS കൂടിക്കാഴ്ചയായിരിക്കും പ്രധാന ആയുധമാക്കുക. അതോടൊപ്പം തൃശൂർ പൂരം കലക്കിയത് നിയമസഭയിലും വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉന്നയിക്കും. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ PV അൻവറിന് കോൺഗ്രസ് രാഷ്ട്രീയ അഭയം നൽകുകയുമില്ല. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ PK ശ്രീമതി ടീച്ചറും വളരെ വ്യക്തമായ ഭാഷയിൽ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അതേ പ്രസ്താവനയെ തുടർന്ന് അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ശത്രുക്കൾക്ക് കൊത്തിവലിക്കാൻ PV അൻവറിനെ വിട്ടുകൊടുക്കില്ല എന്നാണ്, ശത്രുക്കൾക്ക് കൊത്തിവലിക്കാൻ പറ്റുന്ന രീതിയിൽ ബന്ധുവായാലും അനുഭാവിയാണെങ്കിലും പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് PK ശ്രീമതി ടീച്ചർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇതൊരു ആയുധമായി മാറിക്കഴിഞ്ഞുവെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. മറുപക്ഷമാവട്ടെ ഇതൊരു വലിയ ആയുധമായി തന്നെ കണക്കാക്കുന്നു. തൽക്കാലം വെടിനിർത്തൽ നിർത്തിയെങ്കിലും PV അൻവർ ഇതുവരെ സമൂഹമധ്യത്തിൽ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളെ ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ പ്രചരണത്തിലും ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഉയർത്താൻ പോകുന്നത് പൂരവും RSS കൂടിക്കാഴ്ചയുമായിരിക്കും. അതല്ലേ ഋഷിപാൽ? അരുൺകുമാർ, ഒക്ടോബർ 4 സഭാ സമ്മേളനം തുടങ്ങുന്നു. 10 ദിവസമാണ് ഇത്തവണ നിയമസഭ സമ്മേളിക്കുന്നത്. ഈ സഭാ സമ്മേളനത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഉപയോഗിക്കുക PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ ഒന്നൊന്നായി സഭയിൽ ഉന്നയിക്കും. അത് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാക്കി ഈ ആരോപണങ്ങളെ മാറ്റാനുള്ള തീരുമാനമാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഈ കാര്യത്തിൽ CPI നേതാക്കളുടെ ആരോപണങ്ങൾ, വിമർശനങ്ങളടക്കം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഘട്ടത്തിൽ CPIയുടെ പ്രതിനിധികൾ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കും, PV അൻവർ MLA എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതായിരിക്കും ഏറ്റവും കൗതുകകരമായത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരിക ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായിരിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെയാണ് മുഴുവൻ ആരോപണങ്ങളും PV അൻവർ MLA ഉന്നയിച്ചത്. അതിൽ തൃശ്ശൂർ പൂരം കലക്കിയ സംഭവമുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ, മാമിയുടെ തിരോധാനം, അങ്ങനെ ഒട്ടേറെ ആരോപണങ്ങൾ മുഴുവൻ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുമ്പോൾ സ്വാഭാവികമാണ് മുഖ്യമന്ത്രിയുടെ രാജി പുറത്ത് പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. അതേ ആവശ്യം ഈ 10 ദിവസവും സഭയ്ക്കകത്തും പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 24-ന് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമാകും. 28-ന് തൃശ്ശൂരിൽ വലിയ പ്രതിഷേധ സംഗമം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. എല്ലാം ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. PV അൻവർ ഏതായാലും പാർട്ടി പൂർണ്ണമായും PV അൻവറിനെ തള്ളുന്നു, ഇടതുമുന്നണി നേതൃത്വം തള്ളുന്നു. പക്ഷേ PV അൻവറിൻ്റെ ഈ ആരോപണങ്ങൾ ആയുധമാക്കുമ്പോഴും PV അൻവറിനെ പരസ്യമായി ചേർത്ത് നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്ക് രാഹുൽ ഗാന്ധിയെ പരസ്യമായി ആക്ഷേപിച്ച ഒരു കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നുണപ്രചാരണം നടത്തി ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ഈ PV അൻവറിന് രാഷ്ട്രീയ സംരക്ഷണം നൽകേണ്ടതില്ല തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. അതിന് പിന്നാലെ ലീഗും സമാനമായ നിലപാട് എടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ നിയമസഭാ സമ്മേളനം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാകും. കാരണം സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ നാൾ മുതൽ ഒട്ടേറെ വിഷയങ്ങൾ ഈ അൻവർ തന്നെ ഉണ്ടാക്കി നൽകിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അത് പ്രതിപക്ഷത്തിൻ്റെ ആവനാഴിയിലെ പ്രധാനപ്പെട്ട ആയുധങ്ങളായി മാറുന്ന കാഴ്ചയാകും ഈ സഭാ സമ്മേളന കാലയളവിൽ ഉണ്ടാവും.